ഗായ്സ്, അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം എനിക്ക് കുറേ എന്നല്ല 7 ലൈക്സ് ഫസ്റ്റ് സെക്കൻഡ് ഡേറ്റ് തന്നെ വന്നായിരുന്നു. അപ്പം എല്ലാത്തിനും താങ്ക് യു കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ എന്താണ് യൂട്യൂബിലെ മൈക്ക് കോപ്പി ചെയ്യണ ഈ വീഡിയോസിനെ മുത്തി സെക്ഷൻ ബിയുടെ മൂവിക്കകത്തുള്ള ജാഫറിൻ്റെയും ജയുടെ ഇട്ടപ്പം ഒരാൾ പറഞ്ഞു ദിസ് ഇസ് മൈ കോപ്പി ഫോർ വീഡിയോ എന്ന്. എന്നെ സോറി, ഞാൻ മലയാളിയാണ്, അവർ മലയാളിയായിരിക്കും. അപ്പം താങ്ക് യു കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റ് വന്നപ്പം. എന്നാലും കുഴപ്പമില്ല. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഹോം ടൂറായിട്ടാണ്. അപ്പം എല്ലാവർക്കും കമോൺ. ഫസ്റ്റ് തന്നെ നസ്രിയ. അപ്പം ഇതാണ് എൻ്റെ മമ്മിയുടെ മോൾ ഫ്രം നസ്രിയ. ഹലോ പറയൂ, ഹലോ പറയൂ, ഹലോ. അപ്പോൾ ഗൈസ്, അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇച്ചിരി ഒന്ന് ശബ്ദം കുറയ്ക്കും ഗൈസ്. അപ്പം അവളുടെ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. ലിങ്ക് വേണോ? ലിങ്ക് വേണ്ട, അങ്ങ് യൂട്യൂബ് ചാനൽ പേര് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു നസ്രിയ വ്ളോഗ്സ് ആണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടുക. എന്തുവാ അപ്പം ഗൈസ്, അവളുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഡാൻസ് നോക്കാണ്. അപ്പം ഇതാണ് നസ്രിയയുടെ റൂം, അല്ലെങ്കിൽ അവൾ കിടക്കുന്ന റൂം. ഇതാണ് അവളുടെ പഠിക്കുന്ന സ്ഥലം. പഠിക്കുന്ന സ്ഥലത്ത് ഇത് വിരിക്കാൻ വെച്ചിരിക്കുന്ന ഒരിതാണ്. ആനക്കുട്ടി ഉണ്ട്, പിന്നെ ലൈറ്റിൻ്റെ ഇതുണ്ട്, പിന്നെ ഒരു ഇന്നലെ വാങ്ങിച്ചൊരു ക്യൂട്ട് പേനുണ്ട്, പിന്നെ അതിൻ്റെ വെക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ട്, പിന്നെ ഒരു പെൻസിൽ കീസ് ഉണ്ട്, പിന്നെ അതിനകത്ത് കവായ സ്റ്റിക്കർ ആയിരുന്നു. ഇപ്പം തീർത്തു. പെൻ ഹോൾഡറാണ്, പെൻസിലും പെന്നും ഒക്കെ ഇടാം. പിന്നെ അവളുടെ കൊറോമി സ്റ്റിക്കറാണ്, ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്, കാണുന്നുണ്ട്. ഇപ്പം കൊറോമി സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ടോ. അപ്പം ഇത് എല്ലാം അവളുടെ പൗച്ച് കളക്ഷനാണ്. കുറച്ചൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ പൗച്ച് കളക്ഷൻ. അതിനകത്തേക്ക് നോക്കുമ്പം സോറി, ഇത് ബാഡ്ജാണ്, കാണിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കാണിക്കാം ഗൈസ്. അത് അവളുടെ ബാഡ്ജായിരുന്നു, നമ്പർ കണ്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ അവളുടെ മേക്കപ്പ് സാധനങ്ങളാണ്. ഇവിടെ വള, ഇതിനകത്ത് കമ്മലിൻ്റെ ഒരു സെക്ഷൻസ് ആണ്. പിന്നെ ഇതിനകത്ത് തൊട്ട് മാല, നെക്സ്റ്റ്, പിന്നെ ഒരു വിക്സ് ബാമിൻ്റെ ഒക്കെ. പിന്നെ ഇതിനകത്തുള്ളത് ഇതെന്താണ്, ഇത് സ്ക്രഞ്ചീസ് കളക്ഷനോ, എല്ലാം ഉണ്ട്. അത് ഒരു ലിബാമും 2 ലിപ്സ്റ്റിക്കും. ഇത് ഞാൻ ഇന്നലെ കൊടുത്തതാണ് കേട്ടോ, ഗിഫ്റ്റായിട്ട്. ഇത് കോമ്പാക്റ്റ് തീർന്നതാണ്, ഐലൈനർ തീർന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെയാണ്, പേര് പറയേണ്ട ആവശ്യമില്ല. പൗഡർ, ക്രീം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഒരു ബിഗ് അലമാര എന്നാണെങ്കിൽ പറയാം. ഇതിലാണ് ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ അലമാരയുടെ മണ്ടയിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അത് വരെ അതിനേക്കാളും നല്ലതാണ്. പിന്നെ ഇവിടെ കുറച്ച് പാവുകളുണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. അതിന് മുന്നേ ഇവിടോട്ട് ടോയ്ലറ്റിൻ്റെ പ്ലേസ് ഇവിടെ അകത്ത് കാണുന്നേക്കാളും നല്ലതാണ് ഇവിടെ നിൽക്കുന്നതാണ്. ഇവിടെ ഹാളിൽ ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലാണ് ദിവാങ്കോട്ട് വരണം. ഇവിടെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഡൈനിങ് ടേബിൾ, ഇവിടെ ഒരു കട്ടിലാണ്. പിന്നെ ഇവിടെ ഞങ്ങളൊരു ട്രോഫിയും അവളുടെ ഭരതനാട്യത്തിൻ്റെ അവാർഡ്സ്. പിന്നെ ഇവിടെ നമ്മൾ ഖുറാൻ സെക്ഷൻസ് ആണ്. പിന്നെ ഇവിടെ TV ലില്ലി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ മീൻ ഹഡി. ഇവിടെ ഒരു അങ്ങോട്ടും കൂടെ ഉണ്ട്. ഐ മീൻ നമുക്ക് നമ്മുടെ റൂമിൽ പോകുമ്പോൾ ഇവിടെ ഒരു കസേരയുണ്ട്. നമ്മുടെ റൂം കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇവിടെ എൻ്റെ റൂമാണിത്. നല്ല ക്യൂട്ട് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തുണികളൊക്കെയാണ്. പിന്നെ ഇവിടെ ഞാൻ എല്ലാം എഴുതി വെച്ചേക്കാണ്. ഫാൻ കിടക്കുന്നുണ്ടോ ഗൈസ്, ഫാനിൻ്റെ ഇതാണ്, അത് ഓഫ് ചെയ്തേക്കാം. പിന്നെ ഇവിടോട്ട് ലൈറ്റിൻ്റെയാണ്, കണ്ടോ ലൈറ്റ് കത്തി, ലൈറ്റിൻ്റെ ഉണ്ട്, അത് ഓഫ് ചെയ്തേക്കാം. പിന്നെ ഓൺലി എല്ലാം കൂടെ ഉള്ളത് അത് എന്തിനെയാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാത്തിനും പേര് എഴുതി വെക്കുന്നത് കേട്ടോ. അവിടെയും ഉണ്ട്. ഫാനിൻ്റെയാണ്, 2 ഫാൻ, 2 ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഫാൻ ഇടുമ്പോൾ ഫാൻ വരും, കണ്ടോ. പിന്നെ ലൈറ്റ് ഇവിടെ ഒരെണ്ണമുണ്ട്, ലൈറ്റ് ഇടുമ്പോൾ കളിച്ചിരും. അവിടെയാണ് ഇത് കത്തിയതാണ്. പിന്നെ അടിയിലത്തെ 2 ഓൺലി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുപ്പിയുണ്ട്. പിന്നെ എൻ്റെ ബണ്ണി എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങൾ. അപ്പം നസ്രിയ വ്ളോഗ്സിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്.
എന്നാലേ എൻ്റെ സബ്സ്ക്രൈബ് കൂട്ടാൻ പറയുള്ളൂ. പിന്നെ ഇവിടെ അത്തത്താടെ സെക്ഷൻസ്, ഇവിടെ അത്തമ്മയുടെ സെക്ഷൻസ്, പിന്നെ ഇവിടെ ബെഡ്സും, പിന്നെ എൻ്റെ അനിയത്തിയുടെ കുറച്ച് ഡ്രസ്സാണ് എൻ്റെ അടിയിൽ. പിന്നെ കട്ടിലിൻ്റെ അടിയിൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവിടെ എൻ്റെ പഴയ ബുക്കും പുസ്തകങ്ങളും ബാഗ്സും ഒക്കെ വെച്ചേക്കാണ്, പഴയതൊക്കെ. അതൊക്കെ ഇപ്പോഴും പുത്തം പുതിയതുപോലെ ഇരിക്കും, കാരണം ഞങ്ങൾ നശിപ്പിക്കില്ല. പിന്നെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സാണ് ഇത്. ഇത്രയും ലിപ്സ്റ്റിക്, ഇത് പൗഡർ, ഐലൈനർ, പിന്നെന്താണ് മസ്കാരോ 2 എണ്ണം, പിന്നെ ഫൗണ്ടേഷൻസ്, പിന്നെ ഫെയർ ലവ്ലി, പിന്നെ പൽപ്പൊടി, പല്ലിൽ തേക്കുന്നത്, പിന്നെ ഇതിനകത്ത് സെറ്റിംഗ് സ്പ്രേ തരുന്നത് എണ്ണ വെച്ച് വെച്ചേക്കാണ്, എണ്ണ ഇരുമ്പൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ടീത്തിനകത്തുള്ളതാണ് 2 ബ്രഷ്. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇതിനകത്തോട്ട് വാരിക്കൊണ്ട് വരും എന്താ പറയുക പേസ്റ്റ്. അതാകുമ്പോൾ അവരുടെ പെട്ടെന്ന് വരും, എന്നെ തീരില്ല. അപ്പം ഈ പേസ്റ്റ് അടഞ്ഞു പോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിലോട്ട് പോവാം. പിന്നെ ഐസ് വാട്ടറൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അവളുടെ കണ്ടതുപോലെ എൻ്റെ കയ്യിലും മാല കളക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ തുണി, ഇവിടെ എൻ്റെ എവിടെയും പോകുന്നത് ഇതിൻ്റെ അലങ്കാരപ്പണികളും പിന്നെ തുണികളും ഒക്കെ. പിന്നെ എൻ്റെ അകത്തിൻ്റെ അനിയത്തിയുടെ വളയും മാലയൊക്കെയാണ്. ഇത് ഞാൻ അടിച്ചു മാറ്റാം, കുറച്ച് പ്ലാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നുമില്ല, അതിന് മണ്ണിൽ തലയാണൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ചെയറുണ്ട്, ഫ്രിഡ്ജ്, പിന്നെ 2 കസേര വരെ, അവിടുത്തെ ഫുഡ് ഡൈനിങ് ടേബിൾ. പിന്നെ ഇവിടെ തയ്ക്കലിൻ്റെ മെഷീൻസിൻ്റെ സംഭവങ്ങളുണ്ട്. അത്താടെ റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാമിയുടെ റൂമിൽ കണ്ടതുപോലെ, മാമിയുടെ മീൻസ് നസ്രിയുടെ റൂമിൽ കണ്ടതുപോലെ നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു മിറർ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം അലമാരയാണ് ഇത്. ഫസ്റ്റ് ഇതാണ് വാങ്ങിച്ചത്, സെക്കൻഡ് അതും. പിന്നെ ഇവിടെ കുറച്ച് ഇത് ആണ്. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, പക്ഷെ ഫിഷ് ടാങ്കിനകത്തൊന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ച് മൈൽസിൻ്റെ പീരികൾ, അവിടെ ഒരു ഇത്. പിന്നെ ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിളല്ല, ടേബിൾ നെസ്റ്റിനോട് ഉപയോഗിക്കുന്ന ടേബിൾ, അത് എൻ്റെ ടേബിളിനും ഇത് നേരി ഒരു ചീപ്പ്. പിന്നെ ഇവിടെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെയാണ്, ഫാന്, പിന്നെ ആവി പിടിക്കുന്ന ഗ്രഹണം, പിന്നെ ഇതിനകത്ത് ചീപ്പ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് മണ്ടയിൽ ബാഗ്സൊക്കെയാണ്. അപ്പം ലാസ്റ്റ് ഞാൻ കിച്ചൺ കാണിക്കാം, പുറത്തോട്ട് പോയി കാണിക്കാം. അപ്പം വെളിയിലോട്ട് വന്നതിന് മുന്നേ നമ്മൾ ചെരുപ്പ് സെക്ഷൻസ് എന്താണ് സിറ്റ് ഔട്ടാണ് കാണിക്കുന്നത്. അപ്പം സിറ്റ് ഔട്ടിൽ ചെരുപ്പ് ഇത്രയാണ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. കുറച്ച് ചെറുപ്പം ഇരിക്കാൻ നടക്കാമെന്നൊക്കെ. ഞങ്ങൾ ഇവിടെ കാണും ഹാളിലാണ് കൂടുതലും വന്നിരിക്കാറ്. ഇവിടെ ഞാൻ അത്രയ്ക്കും വന്നിരിക്കത്തില്ല, ഇപ്പോൾ വന്നിരുന്നതാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെരുപ്പ് കളക്ഷനാണ്. പിന്നെ ഇവിടെ നസ്രിയയുടെ ഇതുണ്ട്, അങ്ങനെയാണ്. ഇതിനകത്ത് അവളുടെയും വെക്കും, പക്ഷെ അതിനകത്ത് എൻ്റെ വെക്കാറില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ഇവിടെ എന്താ ഡാഡി ഷൂ ഉണ്ട്, നമ്മുടെ എല്ലാവരും വിളിക്കുന്ന താത്ത. പിന്നെ ഇതാ ഇപ്പോഴത്തെ 3 കസേര, ഇവിടെ ഒരു കസേര, ഇവിടെ ഒരു കസേര, ഇങ്ങനെയാണ്. ഇനി ഇവിടെ കുറച്ച് ചെരുപ്പൊക്കെ കരുത്തുന്നുണ്ട് എല്ലാവരെയും, അതൊക്കെ വാല് വലിച്ചാടി മാറുള്ളത്. പിന്നെ ഇതെൻ്റെ ഹത്താടെ വണ്ടിയാണ്, സ്കൂട്ടർ. അപ്പം ഇതിപ്പോൾ കേടായിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചവിട്ടാറുള്ള എൻ്റെ സൈക്കിൾ പൊന്ന് വരച്ചാണ്. ബ്രേക്ക് പോയി, എല്ലാം പോയിട്ട് തകരാറായിട്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് നസ്രിയയുടെ സൈക്കിളാണ്. അവളിപ്പോൾ ചവിട്ടാറൊന്നുമില്ല, ഞാൻ ചവിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ കൊണ്ടുപോയേനെ. ഞങ്ങൾക്ക് ഇതൊക്കെ വൃത്തിയാക്കി റോഡിൽ ചവിട്ടണം. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ റെഡിയാക്കും. പിന്നെ അവിടെ കോഴിക്കോടാണ് കഴിച്ചത്, കാണിക്കുന്നേക്കാളും നല്ലത് കിളികളെ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കിളികളിൻ്റെ അകത്ത് ബണ്ണാണ്. ഇതാ ഇവിടെയൊക്കെ ബണ്ണിങ്ങനെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ. അപ്പം ഈ ബണ്ണെന്ന് പറയുന്നത് നമ്മുടെ ഈ കിളികൾക്ക് ഇരിക്കാനും കൊത്താനും ഒക്കെ ഉള്ളതാണ്. ഈ കിളികളൊക്കെ ചത്താൽ കൂടെ എടുക്കുമ്പം ഞാൻ ഇതെടുക്കും ഗൈസ്. പിന്നെ വന്നിട്ട് കുറച്ച് ചെടികളാണ് ഇവിടെ. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ചെടികൾ ഇങ്ങനെ നിരത്തി വന്നിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളൊക്കെ നോക്കുകയാണ്, അത് നമുക്ക് മെയിൻ ചെയ്യേണ്ട വൈറ്റ് ഡ്രസ്സാണ് എല്ലാവരും ഇട്ടേക്കുന്നത്. ഹായ് എന്തെങ്കിലും ശരിക്കും ഒരു അത്തിക്കല്ലായിരിക്കും, ക്രിസ്ത്യാനികളാണ് അവർ. ഇനി ഇവിടെ നമ്മുടെ മുളക് ചെടി, മുളക് ചെടി അശ്രീ അവിടെ വിളിക്കുന്നുണ്ട്, മെയിൻ ചെയ്യേണ്ടത് നമുക്ക്. ഇവിടെ മുളക് ചെടിയാണ്. പിന്നെ ഇത് നിന്നിട്ട് മുളക് ചെടിയാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് ചെടി, അതിനകത്തും മുളകുണ്ട്. ഇത് മറ്റേ കാന്താരി മുളകിൻ്റെ, അത് വലിയ മുളകിൻ്റെ, ഉണ്ടമുളകില്ല കേട്ടോ.
പിന്നെ അവിടെ വന്നിട്ട് കുറച്ച് ചെടികളാണ്. പിന്നെ ദാ ഇവിടെ വന്നിട്ട് നസ്രി ഇവിടെ വന്നിട്ടുണ്ട് കണ്ട. പിന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഇതിനകത്തും ഫിഷൊന്നുമില്ല, ആ റൂമിൽ കണ്ടതുപോലെ. അപ്പോൾ ഇവിടെ കുറച്ച് മറ്റേ മണി പ്ലാന്റ് ആണ്. ഇവിടെ വലിയ മണി പ്ലാന്റ്, ഇടയ്ക്ക് ചെറിയ മണി പ്ലാന്റ്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഇങ്ങനെ നട്ടു വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെടികൾക്ക് പറയുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു എന്താ എനിക്ക് പേരറിയാത്ത ചെടി. പിന്നെ ഏതോ ഒരു മണി പ്ലാന്റ് വീടിൻ്റെ മേളിലൊക്കെ മണി പ്ലാന്റും അങ്ങനത്തെ കുന്ത്രണ്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേരെന്താണ്? പാലപ്പൂ ആണ്. അത് വരെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീട്ടിലെ ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ചെടിപ്രാന്തുകാരാണ് ഗൈസ്. നമ്മളെ നോക്കുന്നതിനേക്കാളും കൂടുതലും ചെടികളെ നല്ല വൃത്തികളായിട്ട് നോക്കും. പിന്നെതാ വാട്ട് ഡാൻസാണ്. അപ്പം ഗായ്സ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനും ഇടും ഗായ്സ് നമ്മുടെ ഡാൻസിന്റെ. എൻ്റെ കൂടെ വൈകിട്ട് ഒരു ഡാൻസ് എടുക്കാൻ വരാമോ? ആ ഗായ്സ് ഓക്കെ. നെക്സ്റ്റ് ഇതാ ഇവിടെ ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ നിറച്ച് നിൽക്കുകയാണ്. ഞാൻ ഇവിടം വരെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്നുമില്ല. പിന്നെ അതാ ഇതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചധികം ഇങ്ങനത്തെ ചെടികളാണ്. പിന്നെ റോഡ് സൈഡിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ആരെല്ലാം എടുക്കാതെ വരുന്ന ഭാഗ്യം. പിന്നെ അതാ ഇങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചാടി ഇങ്ങനെ വരും. അതാണ് അപ്പത്തച്ഛൻ്റെ വീട്. പിന്നെ നമുക്ക് പോവാം. പിന്നെ നമ്മൾ ടോയ്ലറ്റ് അല്ലല്ലോ, ടോയ്ലറ്റ് അകത്താണ് കാണിക്കാതിരിക്കുന്നതിന് ബാക്കി. പിന്നെ ഇവിടെ ഒരു കുന്ത്രാണ്ട മതിലിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇതെൻ്റെ അനിയത്തി കുട്ടി വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ 1 മിനിറ്റിൽ മിണ്ടിയ അടുത്ത മിനിറ്റിൽ അടിയാവും. മിസ്രയുടെ വ്ളോഗ്സിനകത്ത് അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തടികൾ. പിന്നെ ഇവിടെ ഞങ്ങൾ കുഴിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ടെറസിൻ്റെ മുകളിൽ കാണിക്കുന്നില്ല, കാരണം അവിടെ എന്തോ വലിയാണ്, എനിക്ക് കയറാൻ വയ്യ. തിരിച്ചു തരണം കാണാം. അവിടെ കട്ടിലും പിന്നെ എല്ലാവരെയും കിട്ടാണ്. പിന്നെ ഇവിടെ 3 പ്ലാന്റ്സ് ഉണ്ട്, 4 പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു പ്ലാന്റും കൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാദ്യം പറയാം. ഇതിനകത്തേക്ക് ഉറുമ്പാണ് അവിടെ. ഇവിടെ കുരുമുളക് ട്രീ ആണത്. പിന്നെ വീണ്ടും ഒരു തെങ്ങിൻ്റെ മണ്ടിയിൽ ഒരു കുരുമുളക് ട്രീ ആണ്. ഇതിനകത്ത് വേറെ ഇതുവരെയല്ല. പിന്നെ ഇതിനകത്ത് പശുക്കളൊക്കെ തിന്നുന്നതാണല്ല. പിന്നെ ഇത് നമ്മുടെ ഇരുമിക്ക. പിന്നെ ഇവിടെ തുണി നനയ്ക്കണ കല്ല, ഇവിടെ കിണർ. പിന്നെ ലാസ്റ്റ് ഇതാ ഇങ്ങനെ പുളി വെച്ച് ഇങ്ങനെ വരയ്ക്കും. തക്കണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ എഴുതും കഴിച്ച്. അപ്പം ഇതാ പുളിയൊക്കെ നമുക്ക് കളയാം, കാരണം എനിക്കിപ്പോൾ ഇഷ്ടമല്ല. എനിക്ക് വയറും നോക്കും. അപ്പം നെക്സ്റ്റ് നമ്മളിനി പോകാൻ പോകുന്നത് മറ്റേ ഒരു ട്രീ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നാത്രങ്ങ പാടാ. ഇപ്പം അടുത്ത ട്രീ എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് എല്ലാവരും കാണിച്ചുകൊണ്ട് പോകുന്നുണ്ടായി. അപ്പം മാമ വന്നു. അപ്പം ഇവിടെ വന്നിട്ട് നമ്മുടെ എന്താണ് എൻ്റെ പേരുണ്ടോ, റംബുട്ടാൻ്റെ ട്രീ ആണ്. അപ്പം ആ ട്രീക്കകത്ത് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൽ പറിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്കിനി അടുത്ത് വീണ്ടും വളഞ്ഞ് തിരിഞ്ഞ് കിച്ചണിലേക്ക് പോവാം. അപ്പം നമുക്ക് ട്രീയിലേക്ക് പോവാം. ഞാൻ ഇന്ന് പോണിറ്റയിലാണ് ഹെയർ കെട്ടിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് റബ്ബറും തൊട്ടൊക്കെയാണ്. ഇല്ല, പിന്നെ ഇവിടെ നിന്ന് കുറച്ച് തന്നെ എഴുതി കാണിച്ചെടുക്കൊണ്ടാണ്, എഴുതി കാണിച്ചതല്ല. പിന്നെ ഇവിടെ കിണർ കിച്ചൺ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബൈ.